വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈന്തുപിടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ബീഫ് നന്നായി കട്ട് ചെയ്ത് കഴുകി വെച്ചതാണ്. അപ്പോൾ 2 വലിയുള്ളി, പിന്നെ 2 ചെറിയുള്ളി, കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കരിവേപ്പില, ചപ്പ് പുതിന, പിന്നെ തക്കാളി, 3 പച്ചമുളക്. നന്നായി ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് കുഴച്ച് വെക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, വലിയ ജീരകം, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതവിടെ കുഴച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ബീഫ് ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വേവിച്ചെടുക്കുക. ബീഫ് വേവുമ്പോഴേക്കും തേങ്ങ വറുത്തെടുക്കുക. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ്. അതിന് ചെറിയുള്ളി, കുറച്ച് നല്ല ജീരകം, കറാമ്പൂവ്, പട്ട, ഏലക്കായ് അല്പം മതി. ഇത് വറുത്ത് നന്നായി അരച്ചെടുക്കുക. വറുത്തെടുത്ത തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കുക. അതിനായിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതാ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നന്നായി കുഴച്ചെടുക്കുക. പെട്ടെന്ന് വെള്ളം കൂടുതലാകും. അത് ആവശ്യത്തിന് മാത്രമേ വെച്ച് കൊടുത്ത് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴക്കൽ കഴിഞ്ഞു. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഞങ്ങൾ ഇങ്ങനെയാണ് ഉരുട്ടിയെടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉരുട്ടിയെടുക്കുക. ഇനി ഇത് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. വെള്ളം തിളക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. ഷേപ്പ് ചെയ്ത ഈന്തുപിടി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലുമാണ് ചേർത്തത്. അത് തമ്മിൽ ഒട്ടി പിടിക്കാതെ ഇരിക്കാനാണ്. ഈന്തുപിടി വെന്തിട്ടുണ്ട്. ഇത് വെന്തിക്കണേന്ന് മനസ്സിലാവലേ. ഇത് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ അത് വെന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കോരിയെടുക്കുക. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ആഹാ, അടിപൊളി. ഇനി വേവിച്ച് വെച്ച ഈന്തുപിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരച്ച് വെച്ച അരപ്പും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുക.